നമ്മൾ മലയാളികളെ ഒരു 100 കണക്കിന് രീതിയിൽ മീൻകറി ഉണ്ടാക്കാറുണ്ടല്ലേ. എന്നാൽ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നേ നല്ല നാടൻ മത്തി വെച്ചിട്ട് നാടൻ മത്തിക്കറിയാണേ. അത് ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, ഉലുവ, കറിവേപ്പില ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ മസാലകളെല്ലാം ഇട്ടൊന്ന് വഴറ്റി അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 കഷ്ണം കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പ് കൂടി തൂളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മത്തി എടുത്ത് തിരുമി വറുക്കാനും വെച്ചിട്ടുണ്ടേ. ഇതാ എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തവിയൊന്നും ഇട്ട് ഇളക്കാതെ ചട്ടി ഒന്ന് ചെറുതായിട്ട് എടുത്ത് ചുറ്റിച്ച് വിടാം. ഇനി നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നല്ല നാടൻ കറിവേപ്പില കൂടി ഇട്ട് മൂടി വെക്കാം. നമ്മുടെ നാടൻ മത്തിക്കറി റെഡി ആയിട്ടുണ്ടേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാനേ വേറെ എന്ത് കറിയാ വേണ്ടേ? എന്നാൽ പിന്നെ എങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ പേജിന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്